നിങ്ങൾ കാനഡയിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന് ഒരു റിപ്ലൈ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ കാനഡയിലെ ഇപ്പോൾ IRCC ഏറ്റവും പുതിയ പ്രോസസ്സിംഗ് ടൈം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രോസസ്സിംഗ് ടൈം എത്രയാണ് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഓരോ പ്രോഗ്രാമിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചും അത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം പൊതുവെ കൂടുതലായിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടി ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രോസസ്സിംഗ് ടൈം വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രോസസ്സിംഗ് ടൈം ജനറലായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ടൈമാണ്. ആ എത്രയാണ് പറയാൻ പോകുന്ന നമ്പർ അതിനേക്കാളും ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 3 months കൂട്ടിയേ വേണം നിങ്ങളുടെ പ്രോസസ്സിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ നിങ്ങളൊരു PR-ന് വേണ്ടി ഒരു ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ അതിന് മെയിനായിട്ട് ഒരു ആവറേജ് ഒരു 6 മാസമാണ് സമയമെടുക്കുന്നത്. അതിൽ തന്നെ 2 കാറ്റഗറിയാണുള്ളത്. ഒന്നെന്ന് പറയുന്ന കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, അതായത് കാനഡയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ആ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ഒരു ആവറേജ് ഒരു പ്രോസസ്സിംഗ് ടൈമാണ് ഏകദേശം 6 മാസം എന്ന് പറയുന്നത്. അതേസമയം ഇന്ത്യയിലൊക്കെ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് ഒരു ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം വഴിയായിരിക്കും. അതായത് FSW എന്ന പ്രോഗ്രാം വഴിയായിരിക്കും നിങ്ങളൊരു എക്സ്പ്രസ് എൻട്രിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ഒരു ആവറേജ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 5 മാസമാണ്. ഇനി ഒരു PNB വഴിയാണ്, അതായത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ ഒരു എക്സ്പ്രസ് എൻട്രി ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലാണെങ്കിൽ ഏകദേശം അതിന് സമയമെടുക്കുന്നത് 7 മാസമാണ്. അതേസമയം ഒരു നോൺ എക്സ്പ്രസ് എൻട്രി വഴിയാണ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തെങ്കിൽ അതിന് ഏകദേശം സമയമെടുക്കുന്നത് 19 മാസമാണ്. അടുത്തത് ക്യൂബക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ആവറേജ് സമയമെടുക്കുന്നത് സ്കിൽഡ് വർക്കർ സെലക്ഷൻ പ്രോഗ്രാം വഴിയാണെങ്കിൽ ഏകദേശം 11 മാസമാണ് അതിൻ്റെ ഒരു കറണ്ട് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം, അതായത് കൂടുതൽ ആൾക്കാരും ONP അല്ലെങ്കിൽ ഒണ്ടാരിയോ ഇമിഗ്രൻ്റ് നോമിനേഷൻ പ്രോഗ്രാം ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴിയാണ് നിങ്ങൾ കറണ്ട് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 13 മാസമാണ്. അടുത്തെന്ന് പറയുന്നത് ഫാമിലി സ്പോൺസർഷിപ്പിൻ്റെയാണ്. ഫാമിലി സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരു സ്പൗസ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇപ്പോൾ കാനഡയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരാളാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മാസമാണ് അതിൻ്റെ ഒരു കറണ്ട് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അതേസമയം ക്യൂബക്കിൽ നിൽക്കുന്നതാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 37 മാസത്തോളം സമയമെടുക്കും. അതേസമയം ഹസ്ബൻഡ് വൈഫ് ആരെങ്കിലും ഒരാൾ ഔട്ട്സൈഡ് കാനഡ, അതായത് കാനഡയ്ക്ക് പുറത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോസസ്സിംഗ് ടൈം ഏകദേശം 15 മാസമാണ്. അത് നോർമൽ ക്യൂബക്ക് ഒഴികെയുള്ള പ്രൊവിൻസിലൊക്കെ ഏകദേശം 15 മാസം എടുക്കുമ്പോൾ ക്യൂബക്കിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതെങ്കിൽ ഏകദേശം 41 മാസം എടുക്കും. അതായത് പാർട്ട്ണർ ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി ഒരു പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 26 മന്ത്സാണ് ക്യൂബക്കിന് ഔട്ട്സൈഡായിട്ടുള്ള പ്രൊവിൻസിലൊക്കെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ടൈം. അതേസമയം ക്യൂബക്കിൽ നിന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 44 മാസം എടുക്കും. ഇനി ഒരു ഡിപ്പെൻഡൻറ്റ് ചൈൽഡിന് വേണ്ടി ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു കുട്ടി ഏതെങ്കിലും ഇന്ത്യയിലോ വല്ലതും ഉണ്ടായതിന് ശേഷം ആ കുട്ടിയെ ഒരു PR-ന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മന്ത്സാണ്. അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം സെപ്റ്റംബറിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്കൊക്കെ ഏകദേശം ഒരു 30 മാസത്തോളം സമയമെടുത്തതെന്നാണ് ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഏകദേശം ഒരു 12 മാസത്തേക്ക് അത് പ്രോസസ്സിംഗ് ടൈം കുറഞ്ഞു വന്നേക്കുന്നത്. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു, അതിന് ശേഷം നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് കുട്ടി ജനിച്ചത് ഇന്ത്യ വെച്ചാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 6 മാസമാണ്. ഇനി അടുത്തതായിട്ട് ടെമ്പററി റെസിഡൻ്റ് ആപ്ലിക്കേഷനാണ്. അതായത് ടെമ്പററി ആയിട്ട് നിങ്ങൾ കാനഡയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കാനഡയിൽ നിന്നാണ് ഒരു വിസിറ്റിംഗ് വിസ, അതായത് പല സ്റ്റുഡൻസും ഇവിടെ വന്നതിന് ശേഷം അവരുടെ ഒരു എക്സ്റ്റൻഷന് വേണ്ടി അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയൊക്കെ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഇവിടെ കാനഡയിൽ തുടരാറുണ്ട്. അങ്ങനെ ഒരു വിസിറ്റിംഗ് വിസയാണ് നിങ്ങൾ കാനഡയ്ക്കുള്ളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 15 ദിവസമാണ് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്നാണ് നിങ്ങളൊരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രോസസ്സിംഗ് ടൈം ഏകദേശം 75 ദിവസം എടുക്കും.
ഇനി അടുത്തത് ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നതിന് ശേഷം വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി അധികം ഡിലേ ഉണ്ടാകുന്നു എന്ന് പൊതുവേ പറയുന്നത്. അത് സത്യം തന്നെയാണ്. ഇൻസൈഡ് കാനഡ, അതായത് കാനഡയ്ക്കുള്ളിൽ നിന്നാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 196 ദിവസമാണ്. 196 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരു 6 മാസത്തിൻ്റെ അടുത്ത് സമയം എടുക്കുമെന്നുള്ളത്. അതേസമയം ഇന്ത്യയിൽ നിന്നാണ് ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 8 ആഴ്ച, അതായത് ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് ഒരു സ്റ്റഡി പെർമിറ്റാണ്. ഇപ്പം 2026 സ്റ്റുഡൻറ്റ് വിസയുടെ കോട്ട നല്ല ഗണ്യമായിട്ട് കുറച്ചു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 1,50,000 പേർക്ക് മാത്രമേ സ്റ്റഡി പെർമിറ്റ് കാനഡ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ ഏകദേശം ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റഡി പെർമിറ്റ് കൊടുക്കുന്നത് വളരെ കുറച്ചൊരു നമ്പറിലേക്കായിരിക്കും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ 2025 ഒരു ഒക്ടോബറിലെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി പെർമിറ്റിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 4 ആഴ്ചയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അതേസമയം കാനഡയിൽ നിന്നാണ് നിങ്ങളൊരു എന്തെങ്കിലും സ്റ്റഡി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 7 ആഴ്ചയോളം സമയമെടുക്കും ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഒരു സൂപ്പർ വിസയാണ്. സൂപ്പർ വിസയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 153 ഡേയ്സോളം പ്രോസസ്സിംഗ് ടൈം എടുക്കും. ഇനി അടുത്തായിട്ട് ഒരു കനേഡിയൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു സിറ്റിസൺഷിപ്പ് ഗ്രാൻഡ് കിട്ടാനായിട്ട് 13 മാസവും അതേസമയം സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഏകദേശം ഒരു 7 മാസവും സമയമെടുക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കാനഡയുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് നോർമലായിട്ടൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട്, അതായത് ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിംഗ് ടൈമിനേക്കാളും കൂടുതൽ സമയമെടുത്ത് മാത്രമേ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടത്തുള്ളൂ. ഈ 2026 ആകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ മാറ്റങ്ങൾ വരും. അതായത് പ്രോസസ്സിംഗ് ഒക്കെ സ്പീഡപ്പ് ആവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ അജയ് സൈനിങ് ഓഫ്. ബൈ.